ഇൻഡിഗോ വിമാന സർവീസുകളുടെ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇൻഡിഗോയാണ്. തൊട്ട് പിന്നിൽ അല്ലെങ്കിൽ രണ്ടാമതായുള്ളത് എയർ ഇന്ത്യയും. ഈ സാഹചര്യം മുതലെടുത്ത് എയർ ഇന്ത്യ വിമാന നിരക്കുകൾ കുത്തനെ കൂട്ടിയെന്നതാണ് ആരോപണം. നമുക്ക് ചില പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് എയർ ഇന്ത്യ ഈ അടുത്ത ദിവസങ്ങളിൽ എത്ര രൂപയാണ് ഈടാക്കുന്നതെന്ന് പരിശോധിക്കാം. ഇത് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ബുക്കിംഗ് സൈറ്റാണ്. തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്ക് തിങ്കളാഴ്ച, അതായത് മറ്റന്നാൾ നിരക്ക് എത്രയെന്ന് നോക്കാം. എക്കണോമിക് ക്ലാസ്സിൽ ഒരു നിരക്കായി കാണിച്ചിട്ടുള്ളത് 24,310. മറ്റൊരു വിമാനത്തിലും അതേ നിരക്കാണ്. ഒരുപക്ഷെ ഈ മൂന്നാമതായി കൊടുത്തിട്ടുള്ള വിമാനം, അതായത് തിരുവനന്തപുരത്തു നിന്നും രാവിലെ 6:25 പുറപ്പെട്ട് 12 മണിക്ക് ഡൽഹിയിലെത്തുന്ന വിമാനം ബാംഗ്ലൂർ വഴിയുള്ള വിമാനമാണ്. ആ വിമാനത്തിൻ്റെ എക്കണോമി ക്ലാസ്സിലെ നിരക്ക് ഒരുപക്ഷെ ഞെട്ടിക്കും. 79,426. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വെച്ച് ഉള്ള നിരക്കിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ 2-3 ഇരട്ടി കൂടുതലാണ്. മറ്റൊരു വിമാനം, അതായത് രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്ന് മറ്റന്നാൾ പുറപ്പെട്ട് 9-ാം തീയതി പുലർച്ചെ ഡൽഹിയിലെത്തുന്ന വിമാനത്തിൻ്റെ നിരക്കും ഞെട്ടിക്കുന്നതാണ്. 56,151 രൂപയാണ് ഈടാക്കുന്നത്. താരതമ്യേന എല്ലാം 50,000 എന്ന നിരക്കിലാണ് നമുക്ക് മറ്റന്നാൾ എയർ ഇന്ത്യയുടെ തിരുവനന്തപുരത്തു നിന്നുള്ള സർവീസിൽ, തിരുവനന്തപുരത്തു നിന്ന് ഡൽഹിയിലേക്കുള്ള സർവീസുകളിൽ കാണാൻ കഴിയുന്നത്. 52,000, 56,000, 52,000 എന്നിങ്ങനെ എല്ലാം 50,000-ന് മുകളിലാണ് പരമാവധി തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാ സർവീസുകളും മറ്റന്നാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള സർവീസുകളുടെ നിരക്കൊന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് മറ്റന്നാൾ താരതമ്യേന കുറവായി കാണിക്കുന്ന നിരക്ക് തന്നെ വളരെ കൂടുതലാണ്. 23,000-ലേറെ രൂപ. മറ്റ് ഫ്ലൈറ്റുകളൊക്കെ നോക്കിയാൽ 63,000, 69,000, 47,000, 71,000 എന്നിങ്ങനെ വലിയ കുത്തനെയുള്ള നിരക്കാണ് മുംബൈയിലേക്കും ഈടാക്കുന്നത്. ഇത് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകളിൽ മാത്രമല്ല, രാജ്യത്തെ മിക്ക വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളിലും എയർ ഇന്ത്യയുടെ നിരക്ക് ഇതുപോലെ കേട്ടാൽ ഞെട്ടുന്നത് തന്നെയാണ്.